നേരത്തെ നമുക്കൊപ്പം വളരെ പ്രായമായവരാണ് സംസാരിച്ചത്. നാടിന്റെ യുവതയുമുണ്ട്. മുല്ലപ്പെരിയാർ സംബന്ധിയായ ചർച്ചകളാണ് കൂടുതലായി ഇപ്പോൾ നടക്കുന്നത്. പഴയ ഒരു ഓർമ്മയും കാര്യങ്ങളും ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് അത് സുരക്ഷിതമാക്കിയാൽ മാത്രമേ താഴെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാകൂ എന്നുള്ള ഒരു പൊതു ചിന്തയാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തന്നെ ഇത് ആൾക്കാർക്കും അറിയത്തില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതായത് ആ ഒരു ഡാം അങ്ങ് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ ഒരു 40% അല്ല 60% ഇല്ലാണ്ടായിപ്പോയി. ഇത് നമ്മുടെ ഭരണസമിതിക്ക് എല്ലാം അറിയാവുന്നതുമാണ്. അപ്പൊ ഇവര് ആ ഒരു കരാറിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളാക്കി ആ കരാറ് പുതുക്കുവോ അല്ലെങ്കിൽ പുതിയ ഡാം ഇട്ടിട്ട് അതേ രീതിക്ക് അവർ വെള്ളം എടുത്തോട്ടുന്നേ. വെള്ളം കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്നാ കുഴപ്പമിരിക്കുന്നത്? വെള്ളം കൊണ്ടോട്ടെ. വെള്ളം ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു നീടാണ്. അവരെടുത്തോട്ടെ. നമ്മൾ ഈ ഇടുക്കി ഡാമിൽ ഇത്രയും വെള്ളം കിടപ്പില്ലേ, അതുകൊണ്ട് കറണ്ട് ഇവിടെ ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതിലൊന്നുമല്ല. പക്ഷെ ഇത് സമാധാനമായിട്ട്, അതായത് കഴിഞ്ഞ ആഴ്ച ഈ വയനാട്ടിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് കൊച്ചു കരഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോ താഴെ വെട്ടം കിടക്കുക. ഈ ഒരു നിലയിലുള്ള ഒരു വീട് വന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല പേടിച്ചിട്ട്. അല്ല, പേടിക്കണം ചേട്ടാ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീടടക്കം എന്റെ വീടിന്റെ ഒരു നില മൊത്തം കയറിയതാ വെള്ളം. ഈ നിങ്ങളിപ്പോ ഈ റോഡിൽ ആ അറ്റം വരെ കിടങ്ങും, ആ വാഹനത്തിലേ അവിടം വരെ ചെല്ലുന്നവിടത്ത് ഈ താഴെയുള്ള ഒരു വീടുമില്ല, അന്ന് കാണാനില്ല. ഇതിന്റെ എല്ലാം മേലെ വെള്ളം കയറിപ്പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷവും നമ്മളെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത് വലിയ സാഹചര്യമായി മാറുമെന്ന് നമുക്കൊന്നും ഒരു തോന്നലില്ല. പക്ഷെ എന്നാലും മുൻകരുതൽ എന്ന നിലയിൽ ഔദ്യോഗികപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാറാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മാറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതൊരു ആശങ്കയോ, ജലബോംബ് അവിടെ വെച്ചിട്ട് എന്നെ ആശങ്ക, ആറ്റം ബോംബിന്റെ അതേ, വേറെ പറയാനൊന്നുമില്ല. പറഞ്ഞത് തീർച്ചയായും കാരണം അനുഭവങ്ങളാണ് പറയിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇതായിരുന്നു അവരുടെ ഒരു സ്ഥിതി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, വയനാട് ആ സമയത്ത് ഈ ഭാഗത്തെ വീടുകളിലെ വിളക്കുകൾ പോലും അണക്കാതെ അവരെ കാത്തിരുന്ന് എന്താണ് സംഭവിക്കുക എന്ന് അറിയാതെ തൊട്ടടുത്ത് ഈ ചപ്പാത്തിലേക്ക് നോക്കി നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ചപ്പാത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം പറയുന്നത്. അത് സാധാരണ ഇതുവഴിയുള്ള ഒരു സഞ്ചാരം നേരത്തെ ഉണ്ടായിരുന്നു. അത് പുതിയ പാലം വന്നതോടുകൂടിയാണ് അത് ഇല്ലാതാകുകയും ചെയ്യുന്നത്. അതുവരെ ഇതിൽ സുഗമമായിട്ട് സഞ്ചരിച്ചിരുന്നതാണ്. പിന്നീട് 2018 ഒരു പ്രളയം, ജലത്തിന്റെ കുത്തൊഴുക്ക് ഡാമിന് തുറന്നുവിട്ടത് മൂലം അതിനുശേഷമാണ് പിന്നീട് ഇത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ഉണ്ടായിരുന്ന പുതിയ പാലത്തിലൂടെ മാത്രമായിട്ട് മാറുകയും ചെയ്തു. നേരത്തെ ഇത് തദ്ദേശവാസികളെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. ഈ പ്രദേശം വലിയ രീതിയിൽ തന്നെ അന്ന് തകർക്കപ്പെടുകയും ചെയ്തു. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധി ഇടുക്കിയിലെ സ്റ്റാലിനുണ്ട്. വലിയ രീതിയിൽ അന്ന് ഇവിടെ ഗുരുതരമായി ബാധിച്ച ഒരു പ്രദേശമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും ഇത്രമാത്രം കാണാവുന്ന തരത്തിലേക്കായത് ഈ 18-ലെ പ്രളയത്തോടുകൂടിയാണ്. ശരിക്കും 18-ലെ പ്രളയത്തോടുകൂടി നമ്മുടെ ചെറുതോണി ഡാം തുറന്നുവിട്ടു. അത് 5 ഷട്ടറുകളും തുറന്നുവിട്ടു. അത് രാത്രികാലങ്ങളിൽ വളരെ ക്രമാതീതമായ രീതിയിൽ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാം വെള്ളം കയറുകയും ഈ ചപ്പാത്ത് ഉൾപ്പെടെ, അതായത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്തിന്റെ അത്രയും പഴക്കമുള്ളതാണ് ഈ ചപ്പാത്ത്. അന്നത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് അന്ന് ഇവിടെ ഈ ചപ്പാത്ത് പണിത്. ഇതിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ ചപ്പാത്തിന് തന്നെ പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അന്നത്തെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു പാലം വരുന്നത്. എന്നാൽ ഈ പാലം പണി തുടങ്ങിയ സമയത്തായിരുന്നു ഈ പറഞ്ഞ 2018-ലെ പ്രളയവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നമ്മൾ ഈ ചുറ്റുകാരും കാണുന്ന ഈ വീടുകളെല്ലാം അന്ന് വെള്ളത്തിലായ ഒരു സാഹചര്യമായിരുന്നു. ഇവിടുന്ന് മാസങ്ങളോളം ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി കുറേയൊക്കെ പുനരധിവാസം നടന്നിട്ടുണ്ട്. എങ്കിലെല്ലാം ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും അവരുടെ ഒരു ഭീതി, ഞങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് നമ്മളന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ടറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ ഭീതി ഒഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു തരത്തിൽ ഈ മുല്ലപ്പെരിയാർ പോലെയുള്ളൊരു വലിയ ഭീതിയിലേക്ക് വീണ്ടും ഇപ്പോഴിവിടുത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇതാണ് ഈ ചെറുതോണി അതിനുശേഷമുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് പിന്നീട് ഇത് പെരിയാറിൽ ഒഴുകിപ്പോകുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ സമാനമായ ഭീതിയിലാണ്. നമ്മളിപ്പോൾ ഇടുക്കിയിലാണെങ്കിലും അങ്ങ് അപ്പുറം ആലുവ, അത് പെരിയാറിന്റെ കൈവഴികൾ തൊട്ടപ്പുറത്തേക്കെല്ലാം തന്നെയും സമാനമായ ഒരു ഭീതി ഉണ്ട്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനം, ആ പേടിയുടെ ഒരു പ്രകമ്പനം ചെറുതല്ല, അത് ദൂരവ്യാപകമായ രീതിയിൽ ഉള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.